കളർഫുൾ ബ്രെഡ് സാൻഡ്വിച്ച് ആണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി സാധനങ്ങൾ ആദ്യമായിട്ട് ഒരു ബ്രെഡിന്റെ ഒരു 8 പീസിൽ 2 സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയും ചമ്മന്തി അരയ്ക്കണം, അതാണ് പ്രധാനം. അതിന് മല്ലിയില, ഒരു പിടി മല്ലി, ഇച്ചിരി തേങ്ങ, പുളിക്ക് ഇച്ചിരി മാങ്ങ, ഒരു എരിവ് അധികം വേണ്ടെങ്കിൽ 1.5 പച്ചമുളക് അല്ലെ 2 പച്ചമുളക്, ഒരു 4 ചെറിയ ഉള്ളി, ഉപ്പ് ആവശ്യത്തിന്. ഇത് നമുക്ക് ഇച്ചിരി ചമ്മന്തിയായിട്ട് റെഡിയാക്കി എടുക്കാം. പിന്നെ അടുത്ത ലെയറിന് വേണ്ടിയത് കെച്ചപ്പാണ്. 2 ലെയർ നമ്മൾ കെച്ചപ്പാണ് കൊടുക്കുന്നത്. അത് നമ്മൾ കിസാന്റെ ടൊമാറ്റോ കെച്ചപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ കടലമാവ്, ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ്, ഒരു ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മുളക് പൊടി ഇതിട്ട് നല്ല കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി വെക്കുകയാണേ. ഒരു സാൻഡ്വിച്ചിന് വേണ്ടി 4 ബ്രെഡാണ്. ഇപ്പൊ നമുക്ക് ഗോതമ്പ് ബ്രെഡ് തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. മോഡേൺ ബ്രെഡിന്റെ ഗോതമ്പ് ബ്രെഡ് 4 സ്ലൈസ്. ഇനി ഇതാ ചമ്മന്തി അരച്ചത് കണ്ടോ, അല്ല ഗ്രീൻ കളറിൽ ചമ്മന്തി അരച്ചത് കണ്ടോ. അപ്പൊ ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം നമുക്ക്. ഏറ്റവും അവസാനത്തതിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് കൊടുക്കുകയാണേ. അപ്പം ഇവിടെ അവസാനത്തത്, അതേപോലെ തന്നെ അടിയിലും അവസാനത്തതിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ്. ഓക്കെ, ഇനി നമുക്ക് നടുവിലുള്ള സെക്ഷനിലേക്ക് മല്ലിയിലയുടെ ചമ്മന്തി. അത് പരുവത്തിന് ഉപ്പൊക്കെ ഇട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ പിടിച്ച് കടലമാവിലേക്ക് മുക്കിയെടുക്കാൻ പോവാണേ. അപ്പൊ നമ്മളൊരു പാൻ അടുപ്പ് വെച്ചു, അല്പം എണ്ണ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രെഡ് കണ്ടോ ആ മാവിലേക്ക് മുക്കുകയാണ് ഞാൻ. 4 സ്ലൈസും കൂടെ ഒരുമിച്ച് പിടിച്ച് എല്ലാ അരിവുകളും ഒന്ന് മുക്കിയേക്കണേ. എന്നിട്ട് നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാമേ. അപ്പൊ നമ്മൾ ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്, അത് ബ്രെഡ് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾ അരിവും കൂടെ മുരിച്ചെടുക്കണം. അരിവും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമ്മള് സൈഡുകളും മുരിച്ചെടുക്കുവാണേ. അപ്പൊ എല്ലാ സൈഡും മുരിഞ്ഞു നോക്കി, സൈഡെല്ലാം മുരിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് വെക്കാം. അല്പം ആറിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് സ്ലൈസ് ചെയ്യാമേ. കണ്ടോ, ഇങ്ങനെ ബ്രെഡ് വെച്ച് മുറിച്ചിങ്ങനെ ഇടുമ്പോൾ കണ്ടോ 3 ലെയേഴ്സ് കളർ വരുന്ന കണ്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം.